ഇപ്പോഴും മറുത്തൊന്നും പറയാനില്ല, ഒരു ചെറു പുഞ്ചിരി മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഷാജഹാൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഷാജഹാൻ, വേഗത്തിൽ തന്നെ ക്ലബ് 7 ഹോട്ടലിലെ 407 നമ്പർ മുറിയിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിലുമായി തിരികെ മടങ്ങുകയാണ്. അന്വേഷണം പൂർത്തിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഇവിടെ നിന്ന് മടങ്ങുന്നത്. ഇനിയിപ്പോൾ പാലക്കാട്ടേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ കുറച്ചധികം തെളിവുകളും ചോദ്യം ചെയ്യലും ആവശ്യമുണ്ട്. ഇന്നലെ രാത്രി മുതൽ ഒട്ടനവധി കാര്യങ്ങൾ, ഏതാണ്ട് 400-ലധികം ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ടാണ് ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിലൊന്നും തന്നെ കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നില്ല. എല്ലാം കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്ര വലിയ ഈ കുറ്റകൃത്യം ഒന്നിനു പുറകെ ഒന്നായി ചെയ്യാൻ ഇയാൾക്ക് ധൈര്യം നൽകിയത് ഇയാൾ ഈ തെളിവുകൾ നശിപ്പിച്ചുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. ഇയാൾക്കറിയാം ഇയാൾ എന്ത് പറഞ്ഞാലും ഇതൊക്കെ തന്നെ ഇയാൾക്കെതിരെ നാളെ ഒരു തെളിവായിട്ട് വരികയും ഇയാൾ അഴിക്കുള്ളിൽ പോകുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും പോലീസിനോട് ഇയാളിപ്പോൾ സഹകരിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ചില സൂചനകൾ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് പാലക്കാടേക്കില്ല, പക്ഷേ വടകരയിൽ കൊണ്ടുപോകാനൊരു സാധ്യതയുണ്ട്. ഈ വടകരയിൽ ഈ കുട്ടിയെ മാത്രമല്ല, ഇപ്പോൾ ഇന്ന് വിളിച്ച പെൺകുട്ടിയല്ല, ഒട്ടനവധി പെൺകുട്ടികളെ വടകരയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. അത് മറ്റ് വല്ലവരുമൊക്കെ ആയിട്ട്, അത് ആരൊക്കെയായിട്ടാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു യുവ MLA ഇങ്ങനെ ഒരു സ്ത്രീയെ കൊണ്ടുപോയാൽ അത് ആരൊക്കെയായിട്ടായിരിക്കും പങ്കുവെച്ച്, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ വലിയ വാർത്തകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ അതൊക്കെ കൊണ്ടായിരിക്കും ഈ ഇത്രയും പ്രതിസന്ധികൾ നിറഞ്ഞ ഘട്ടത്തിലാണെങ്കിൽ പോലും ഈ കേസിൽ കൂടുതൽ അന്വേഷണത്തിലോട്ടും അല്ല നിയമ നടപടികളിലേക്കും പോകാതിരിക്കാൻ, അല്ലെങ്കിൽ പുറത്താക്കാൻ പോലും കോൺഗ്രസ് വിസമ്മതിക്കുന്നു. ഇപ്പോൾ രാജ്കുമാറുണ്ട്. രാജ്കുമാർ ഇന്നലെ രാത്രി മുതൽ ഉറക്കമുളച്ച് ഈ പ്രതിയുടെ മുമ്പിൽ കാവലിരിക്കുകയാണ്. എന്താണ് നമുക്ക് കൂടുതലായിട്ട് പറയാം? നമുക്ക് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നമുക്ക് ഒരു വിവരം, അതായത് ഈ ക്ലബ് 7-ന്റെ 4ാം നിലയിൽ 408 എന്ന് പറയുന്ന റൂം നമ്പറിൽ വെച്ചിട്ടായിരുന്നു ഈ പറയുന്ന പീഡനം നടന്നത്. നമ്മൾ നേരത്തെ അത് 407 എന്നാണ് പറഞ്ഞത്. 407 അല്ല, 408. തൊട്ടടുത്ത് നമുക്കിപ്പോൾ അതിൻ്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കൈരളി ന്യൂസിൻ്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ്. അതിൽ 4ാമത്തെ നിലയിൽ 408 എന്ന് പറയുന്ന റൂമിലേക്ക് എത്തിച്ചായിരുന്നു ഈ പീഡനം. അത് ഈ കേസിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തെളിവ് ശേഖരണം കൂടിയാണ് ഇപ്പോൾ പോലീസ് SIT സംഘം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനി തിരികെ AR ക്യാമ്പിലേക്ക് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ എത്തിക്കുക. ഇനി വീണ്ടും ചോദ്യം ചെയ്യൽ തുടരും. അതുപോലെ ഇനി ലാപ്ടോപ്പ്, അതുപോലെ iPad തുടങ്ങിയ എന്തെങ്കിലും ഡിജിറ്റൽ ഉപകരണങ്ങൾ, പിടിച്ചെടുത്തിട്ടുള്ള അതിൻ്റെ ഫോണുകൾ, അത്തരം സംഭവങ്ങളിൽ ഇനി അതിൻ്റെ പാസ്വേഡുകൾ അത് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അത് ഫോറൻസിക് പരിശോധനയ്ക്ക് ചിലത് അയക്കാനായി തീരുമാനിച്ചിട്ടുണ്ട്. അത് കോടതിയിൽ അതിൻ്റെ ഈ തെളിവുകളുടെ ഭാഗമായി അത് മാസ്റ്റർ രേഖപ്പെടുത്തി കോടതിയിൽ ഏൽപ്പിക്കും. കോടതിയിൽ നിന്നാണ് ഇത് ഫോറൻസിക് പരിശോധനയ്ക്കായി കോടതിയുടെ അനുമതിയോടുകൂടി അവരോട് പോകുന്നതും. ആ തെളിവുകൾ കൂടി കിട്ടിയാൽ മാത്രമേ, നിലവിൽ ഈ പെൺകുട്ടിയുമായിട്ട് അതിജീവിതമായിട്ടുള്ള ചാറ്റിംഗ് ഉണ്ട്. ആ ചാറ്റിങ്ങിൻ്റെ ചില രേഖകൾ ഈ പെൺകുട്ടി തന്നെ അതിജീവിതം തന്നെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതിന് ഈ ഫോണിൽ ഉപയോഗിച്ച് ചെയ്തു എന്നുള്ളത് പോലീസിന് ഉറപ്പുവരുത്തണം. അതിൻ്റെ ഉൾപ്പെടെയുള്ള ആ രേഖകൾ, ഈ ഫോണിനെ സംബന്ധിച്ചിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. അതിനെ സൈബർ സെല്ലിൻ്റെ സഹായത്തോടുകൂടി ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയായിരിക്കും ഈ കോടതിയിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട തെളിവായി ഇതെല്ലാം എത്തിക്കുക. സാങ്കേതിക തെളിവുകൾ കൂടി ഈ കേസിൽ സുപ്രധാനമായി മാറും. സൈബർ കുറ്റകൃത്യവും കൂടി ഇതിലുണ്ട്. ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഈ അതിജീവിതയെ ഇതിൽ ഭീഷണിപ്പെടുത്തുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഷാജഹാൻ, രാജ്കുമാറെ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്നലെ ഇപ്പോൾ നമ്മുടെ കോടതി നടപടികൾ കഴിഞ്ഞ് നേരെ ഇപ്പോൾ AR ക്യാമ്പിലാണല്ലോ. അപ്പോൾ ജനങ്ങളൊക്കെ, പല പൊതുജനങ്ങൾ കേൾക്കാനും അല്ലെങ്കിൽ അറിയാനും കാത്തിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇന്നലെ ഇത് ഇവിടെ കൊണ്ടുപോയതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടന്നത്? ഇവിടെ ക്യാമ്പിൽ AR ക്യാമ്പിൽ കൊണ്ടുവന്നതിന് ശേഷം ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത്, അവരൊരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി. അതായത് അതിജീവിത നൽകിയിരിക്കുന്ന ഒരു പരാതി, മൊഴിയുണ്ട്. ആ മൊഴിയുടെ അനുസരിച്ച് ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി. ആ ചോദ്യാവലിയാണ് ഇതിൻ്റെ ഈ അന്വേഷണ സംഘം, SIT സംഘം ഇയാളുടെ മുന്നിൽ വെച്ചത്, അവതരിപ്പിച്ചത്. പക്ഷേ ഈ പ്രതി രാഹുൽ മാങ്കൂട്ടം ഒരു തരത്തിലും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറായിട്ടില്ല. എന്ത് ചോദിച്ചാലും അഭിഭാഷകരോട് ചോദിക്കൂ, എനിക്ക് ഓർമ്മയില്ല തുടങ്ങുന്ന 10 ഇതിന്റെ ഉത്തരങ്ങൾ മാത്രമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഉത്തരമെന്ന് പറയാൻ അതെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ കൊടും കുറ്റവാളി, നമുക്ക്
നമുക്ക് അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നത്. കാര്യം ഒരു കുറ്റം അല്ലെങ്കിൽ രണ്ട് കുറ്റം ചെയ്യുന്നവർ പോലും കുറ്റവാളി എന്ന് പറയും. അപ്പോൾ നിരന്തരം കുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അതിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള പഴുതുകൾ ഉണ്ടാക്കി വെക്കുക, പിന്നീട് പോലീസ് പിടിക്കുമ്പോൾ പോലീസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടൊന്നും അറിയില്ല, മറന്നുപോയെന്ന് പറയുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് നമ്മൾ കോടതിയിൽ വെച്ച് കണ്ടാണ്. അഭിഭാഷകനടക്കം പുള്ളിയാണ് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഈ ക്രൈം ചെയ്യുന്നവരെ സംബന്ധിച്ച ഒരു പതിവ് രീതിയാണ്, മറന്നുപോയി, ഞങ്ങൾക്കൊന്നും അറിയില്ല, അല്ലെങ്കിൽ അത് അഭിഭാഷകർ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇതാണ്, ഇങ്ങനെ വേണം ഉത്തരം പറയാൻ, എന്ത് ചോദിച്ചാലും അറിയില്ല. ഇപ്പോൾ ഞാൻ അന്വേഷണ സംഘത്തോട് ചോദിച്ചപ്പം അവർ പറയുന്നത്, ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെ പ്രതികരിക്കാതിരുന്നാൽ നിങ്ങൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്ന, അതൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് പണികൾ പലതുമുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇപ്പം നിലവിൽ അദ്ദേഹത്തിന് പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും ഒരു നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രിവിലേജ്, അതായത് ഒരു MLA ആണ്. പക്ഷേ ഒരു MLAക്ക് കൊടുക്കേണ്ട പ്രിവിലേജ് ഇയാൾക്ക് കൊടുക്കേണ്ട, അത് കൊടുക്കേണ്ട കാര്യമുണ്ടെന്നുള്ളതാണ് പൊതുസമൂഹം. അതുകൊണ്ടാണ് പറയുന്നത്, പൊതുസമൂഹം ഒന്നാകെ പറയുന്നത് ഈ MLA പദവിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ നീക്കണം. ഈ MLA പദവിയിൽ ഇരുന്നു കൊണ്ടാണ് മറ്റ് ആനുകൂല്യങ്ങൾ എല്ലാം. അല്ല, അതുകൊണ്ട് കൂടിയാണ് കാര്യം. നമുക്കറിയാം, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇനി വടകര കൊണ്ടുപോകുന്നുണ്ട്, ഇയാളെയും കൊണ്ട് വടകരയെ കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ വടകര തെളിവെടുപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ വടകരയിൽ ഇതിനു മുൻപ് ആരെയൊക്കെയോ കൊണ്ടുപോയിട്ടുണ്ട്, ആരെയൊക്കെയോ ഇയാൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇയാളെ പുറത്താക്കാതിരിക്കുന്നതിൻ്റെ കാര്യം, ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരും. ഈ കാര്യങ്ങളൊക്കെ പോലീസിന് മുമ്പിൽ തുറന്നു പറഞ്ഞാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു യുവ MLA കോൺഗ്രസ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ ഈ നിമിഷം വരെയും കോൺഗ്രസ് നേതൃത്വമോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസോ തയ്യാറായിട്ടില്ല. അവിടെയാണ് അത്, അവർക്ക് ഭയമുണ്ട്. അവരെ സംബന്ധിച്ച് എന്തെങ്കിലും രഹസ്യങ്ങൾ പുറത്തു വരുമോ എന്നുള്ളൊരു ഭീതി. അവരെ സംബന്ധിച്ച് രഹസ്യങ്ങൾ എന്നുള്ളതല്ല, രഹസ്യങ്ങളുണ്ട്, 100% രഹസ്യങ്ങളുണ്ട്. ഒട്ടനവധി കാര്യങ്ങൾ പുറത്തു വരും. പക്ഷേ ഇത് ഈ MLA സ്ഥാനം പുറത്താക്കി, അല്ലെങ്കിൽ ഇയാളെ പുറത്താക്കി കഴിഞ്ഞാൽ ഇയാൾക്കറിയാം സ്വാഭാവികമായിട്ടും ഇയാൾ അകത്ത് പോകും. അങ്ങനെ ഞാൻ അകത്ത് പോയി കഴിഞ്ഞാൽ ആരും രക്ഷപ്പെടില്ല എന്ന് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടാവും. അതാണ് അയാളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. തന്നെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരം നടക്കുന്നതാണ് ഇതെല്ലാം എന്ന് പറയുന്ന ഒരു ഭാഗം. മറുഭാഗത്ത് തന്നെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ അവരെ നേരിടാൻ തനിക്കറിയാം. അതാണ് ഇപ്പോൾ ഷാജഹാൻ പറഞ്ഞ കാര്യം. തൻ്റെ പക്കലും ചില കാര്യങ്ങളുണ്ട്, തൻ്റെ പക്കലും അതിനുള്ള മരുന്നുകൾ ഇരിപ്പുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്നലെ നമ്മൾ കോടതി കണ്ട ഒരു ബോഡി ലാംഗ്വേജ് അല്ല, ഇന്ന് അല്പം മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ രാജ്കുമാർ? ഇങ്ങനെ ചോർന്ന് വരുന്നു. പോലീസിന്റെ ഇടപെടലുകളും സാധാരണഗതിയിൽ ഒരു കുറ്റവാളിയായി, അതും ഒരു ലൈംഗിക കേസിൽ, പീഡന കേസിൽപ്പെട്ട ഒരു കുറ്റവാളിയായി പോലീസിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഏതൊരു മനുഷ്യരെ സംബന്ധിച്ചും ഒന്ന് ഉറയ്ക്കും. അല്ല, സാധാരണ ഒരു അടിപിടി കേസിലൊക്കെയാണ് ഒരാൾ ആദ്യമായിട്ട് ഒരു കോടതി, നമുക്ക് അറിയാം ഇവരൊക്കെ ഒട്ടനവധി തവണ രാഷ്ട്രീയ കേസുകൾ ഉൾപ്പെട്ട് കോടതിയിൽ വന്നിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു രാഷ്ട്രീയ കേസല്ല, ഒരു സ്ത്രീയെ മാക്സിമം നശിപ്പിക്കാവുന്നതിൻ്റെ മാക്സിമം നശിപ്പിച്ച ഒരു കേസല്ല, 3 കേസ് നിലവിലുണ്ട്, വേറെ നിരവധി കേസുകളുണ്ട്. അപ്പോൾ ഈ കേസുകൾ ഇപ്പോൾ അവർ പറഞ്ഞതാ, ഇനിയും ചില കേസുകളുടെ കാര്യങ്ങൾ കൂടി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടി ഈ അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ 3-ൽ നിൽക്കില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. 3-ൽ നിൽക്കില്ലല്ലോ, ഏതാണ്ട് 20ഓളം കേസുകൾ, 20ഓളം അതിജീവിതകൾ ഉണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന പ്രാഥമികമായ വിവരം, അല്ലെങ്കിൽ അനൗദ്യോഗികമായ വിവരം. ഇതൊക്കെ എക്സാഗ്രേറ്റഡ് ആണെന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും ശരി, അതിൽ ഓരോ പരാതികൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് 3ാമത്തെ അതിജീവിതയുടെ പരാതി വന്നത്. അത് നമുക്കൊരിക്കലും ആരും പ്രതീക്ഷിക്കുന്നില്ല. ഈ 2 പരാതിയിൽ നിയമപരമായ രേഖാമൂലമുള്ള 2 പരാതിയിൽ ഒതുങ്ങുമെന്ന് കരുതിയിരുന്നിടത്തുനിന്ന് ഇപ്പോൾ പൊടുന്നനെ 3ാമത്തെ ഒരു പരാതി കൂടി വരുമ്പോഴാണ് ശരിക്കും ഇതിലുള്ള ആളുകൾ ചിന്തിച്ചു തുടങ്ങിയത്. ആദ്യഘട്ടത്തിലൊക്കെ രാഹുൽ മാങ്കൂട്ടാവും ഇത്രയും നാളും എവിടെയായിരുന്നു, ഇവരെന്ത് ചെയ്യുമായിരുന്നു, എന്തുകൊണ്ട് അതെ ഇപ്പൊ വയനാടും അങ്ങനെയായിരുന്നല്ലോ. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ക്ലബ് 7 ഹോട്ടലിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ അന്വേഷണ സംഘം തിരികെ AR ക്യാമ്പിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ക്ലബ് 7 ഹോട്ടലിലെ 4ാം നിലയിലെ 408 നമ്പർ മുറിയിലാണ് പീഡനം നടന്നത്. ആ മുറിയിൽ വെച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. രാജ്കുമാറും ഷാജഹാനുമാണ് വിവരങ്ങൾ നൽകിയത്.